വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ ശാലിനിയെ കണ്ടങ്ങ് ആകെ ഭയപ്പെട്ടങ്ങ് പേടിച്ച് സുസ്മിത ഇരിക്കുകയാണ്. തുടർന്ന് ശാലിനി പറയുന്നുണ്ട്, പഞ്ചകൈലാസത്തിലും ഇതൊക്കെ തന്നെയാണ് നടന്നത് എന്ന് ഞങ്ങൾക്ക് തീർച്ചയായ ബോധ്യമുണ്ടായിരുന്നു. പക്ഷെ നിന്റെ നാവിൽ തുമ്പിൽ തന്നെ അതൊക്കെ വീഴണമായിരുന്നു, അതിനാണ് ഇതൊക്കെ ചെയ്തതെന്ന് പറയുമ്പോൾ, ഇല്ല ശാലിനി എന്നെ ഒന്നും ചെയ്യരുത്, ഞാൻ വെറുതെ പറഞ്ഞതാണ്, ഇതൊക്കെ ഞാനൊരു തമാശയ്ക്ക് പറഞ്ഞതാണ്, ഒരു വാശി കയറ്റിയപ്പോൾ പറഞ്ഞതാണ് എന്നൊക്കെ പറയുമ്പോൾ, നിന്റെ തമാശയൊക്കെ ഞാൻ ഒരുപാട് കണ്ടതല്ലേ എന്നൊക്കെ പറഞ്ഞ് ശാലിനി സുസ്മിതയുടെ ഇങ്ങനെ കവളൊക്കെ കുത്തിപ്പിടിക്കുകയാണ് ശാലിനി. എന്നിട്ട് അങ്ങ് ദൂരേക്ക് തള്ളിയിടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അന്നേരം സുസ്മിത ഓടി രക്ഷപ്പെടാനൊക്കെ ശ്രമിക്കുമ്പോൾ ആ ചേച്ചിമാരെല്ലാവരും കൂടി ചേർന്ന് പിടിച്ചു നിർത്തുകയാണ്. നീ എങ്ങോട്ടാടി ഓടി പോകുന്നതെന്നും പറഞ്ഞ് പിടിച്ചു നിർത്തുന്നുണ്ട്. എന്നിട്ട് ശാലിനി ആ കമ്പിങ്ങനെ ഒങ്ങിയിട്ട് പറയുകയാണ്, ഇവളെ ഇഞ്ചായിട്ട് തന്നെ കൊല്ലണം, ഇവിടെ വെച്ച് ഒറ്റയടിക്ക് അങ്ങ് കൊന്നാൽ ഇവള് പെട്ടെന്ന് അങ്ങ് രക്ഷപ്പെട്ടു പോവില്ലേ, അതുകൊണ്ട് നിയമത്തിൻ്റെ കൈകളിലേക്ക് തന്നെ ഇവളെ ഇട്ട് കൊടുക്കണം. ഇവള് പറഞ്ഞതുപോലെയൊന്നും അല്ല ഇവിടുത്തെ വശങ്ങൾ, അതിലൊക്കെ എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. ഒന്നുകിൽ തൂക്കുകയറിലേക്കുള്ള ദൂരം കുറയുന്നത് ആലോചിച്ച് ഇവള് വീർപ്പ് മുട്ടി ചാവണം, അല്ലെങ്കിൽ കൽത്തുറുങ്കിലേക്ക് തളയ്ക്കപ്പെട്ട തൻ്റെ ജീവിതം, ഇങ്ങനൊരു ജീവിതം എനിക്ക് എന്തിനാണ് തന്നതെന്ന് ദൈവത്തോട് ചോദിച്ച് ഇവള് സ്വയം ചാകണം, അങ്ങനെയുള്ള ശിക്ഷ തന്നെ ഇവൾക്ക് കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ സുസ്മിത പറയുന്നുണ്ട്, ഞാൻ വെറുതെ ഇവർ വാശി കയറ്റിയപ്പോൾ പറഞ്ഞതാണ്, തമാശയ്ക്ക് പറഞ്ഞതാണ് എന്നൊക്കെ. അന്നേരം നിന്റെ തമാശകൾ ഞാൻ ഒരുപാട് കണ്ടതല്ലേടി, ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയെന്നും പറഞ്ഞ് നീ ഒന്ന് ചലിച്ചാൽ, നിന്റെ ഒരു വാക്ക് മതി, നിനക്ക് ചുറ്റും എൻ്റെ CCTV ക്യാമറകൾ ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ സുസ്മിത ഇങ്ങനെ അന്തം വിട്ട് നോക്കിയാണ്. എന്നിട്ട് കവിളിലൊക്കെ ഇങ്ങനെ കുത്തിപ്പിടിക്കുകയും മുടിക്ക് ചുറ്റിപ്പിടിക്കുകയും ഒക്കെ ശാലിനി ചെയ്യുന്നുണ്ട്. യന്ത്രങ്ങളെയല്ല ഞാൻ ഉദ്ദേശിച്ചത്, പിള്ളച്ചേട്ടനും അച്ഛനും പൊന്നിയും ഒക്കെ തന്നെയാണ് എൻ്റെ CCTV ക്യാമറകൾ. നീ ഒന്ന് ചലിച്ചാൽ നിന്റെ വായിൽ നിന്ന് വീഴുന്ന ഓരോ വാക്കും അതൊക്കെ ഞാൻ അറിയും. അതിൽ നിന്ന് തന്നെയാണ് നിന്റെ ഈ കിഡ്നാപ്പിംഗ് നാടകവും ഞാനങ്ങ് അറിഞ്ഞത്. നീ നുണപരിശോധനയ്ക്ക് ഹാജരാകാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ ബാലചന്ദ്രനെ കൊണ്ട് അങ്ങനെ ഒരു ഏർപ്പാട് ചെയ്യിപ്പിച്ചത്. അതുകൊണ്ട് ഞാനങ്ങ് കിഡ്നാപ്പ് ചെയ്ത് നിന്നെ അങ്ങ് കൂടുതൽ സഹായിക്കാമെന്ന് കരുതി, അങ്ങനെയാണ് ഞാനിങ്ങനെ ഒരു തമാശ ഒപ്പിച്ചത് എന്നൊക്കെ സുസ്മിതയുടെ മുടിക്ക് കുത്തിപ്പിടിച്ച് ശാലിനി പറയുകയാണ്. അന്നേരം ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല ശാലിനി, ഞാൻ വെറുതെ പ്ലാൻ ചെയ്തതാണ്, നുണപരിശോധനയ്ക്ക് ഞാൻ കൃത്യമായിട്ട് ഹാജരായി കൊള്ളാം എന്ന് പറഞ്ഞ് ശാലിനിയുടെ ആ കവിളിൽ നിന്ന് ശാലിനിയുടെ കയ്യങ്ങെടുത്ത് ദൂരേക്ക് കളഞ്ഞിട്ട് വീണ്ടും ഓടി രക്ഷപ്പെടാനായിട്ട് പോവുകയാണ്. പക്ഷെ അന്നേരവും എല്ലാവരും കൂടി ചേർന്ന് പിടിച്ചു വട്ടം വെക്കുകയാണ്. ഇവള് പറഞ്ഞ നിയമവശങ്ങളൊക്കെ ഇവൾക്ക് രക്ഷയാകുമോ എന്നൊക്കെ സരോജൻ ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും സംഭവിക്കില്ല, ഇവൾക്ക് ശിക്ഷ കിട്ടുക തന്നെ ചെയ്യും എന്ന് ശാലിനി പറയുന്നുണ്ട്. തുടർന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സുസ്മിതയെ അവരെല്ലാം കൂടി ചേർന്ന് പിടിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പം നേരം ശാലിനി ചോദിക്കുന്നുണ്ട്, നീ തമാശയായിട്ട് പറഞ്ഞതാണ് അല്ലേടി എന്ന്. അതേ ശാലിനി, ഞാൻ തമാശ പറഞ്ഞതാണ്, ഞാനൊരു പ്രശ്നവും കാണിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കണ്ണുനീരൊക്കെ തുടച്ച് നിൽക്കുകയാണ്. എങ്കിൽ ഞാനിപ്പോൾ ഒരു തമാശ കാണിക്കട്ടെ എന്ന് ചോദിച്ചിട്ട് ശാലിനി ഇങ്ങനെ സരോജത്തെ നോക്കുകയാണ്. സരോജ ഇങ്ങനെ തല കുലുക്കുകയാണ്. എന്നിട്ട് സുസ്മിത വിചാരിക്കുകയാണ്, അപ്പോൾ എന്നെ വിട്ടുവല്ലേ, എന്നെ വിടാൻ പോവുകയാണല്ലേ എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ, നിന്നെ വിടാനോ എന്ന് പറഞ്ഞിട്ട് സരോജ സുസ്മിത ഇങ്ങോട്ട് പിടിച്ചിട്ട് അവിടെ ഒരു ചെയറിലേക്ക് ബലമായിട്ട് പിടിച്ചിരുത്തിയിട്ട് അവരെല്ലാം കൂടി ചേർന്ന് ഒരു കയറെടുത്തിട്ട് സുസ്മിതയുടെ 2 കൈ മുറുകെ കെട്ടുകയാണ്. അന്നേരം ഇറുക്കി കെട്ടുമ്പോൾ എൻ്റെ കൈ വേദനിക്കുന്നു, വിടടി എന്നൊക്കെ സുസ്മിതയുടെ നിന്ന് അലർന്നുണ്ട്. പിന്നെ നിന്നെ സുഖിപ്പിക്കാനായിട്ട് കൊണ്ടുവന്നതാണോ, മിണ്ടാതിരിക്കടി എന്നൊക്കെ പറഞ്ഞ് സരോജവും ബാക്കിയെല്ലാം കൂടി ചേർന്ന് ഈ 2 കൈയും കെട്ടുകയാണ്. അന്നേരം യു ചീറ്റ് എന്നിങ്ങനെ, ഇത് ചതിയാണ് എന്നിങ്ങനെ സുസ്മിത പറയുമ്പോൾ, ചതിയോ, നിന്നേക്കാൾ വലിയ ചതി എന്തുവാടിയുള്ള ആരടി കാണിക്കുന്നത്, സത്യം ജയിക്കാൻ വേണ്ടി അല്പം ചതിയൊക്കെ ആവാം എന്നാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ വരെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ നീ ഇതൊക്കെ ഒരു ട്രെയിനിങ് ആയിട്ട് കരുതിയാൽ മതി, നിനക്കങ്ങ് റിസോർട്ടിൽ സുഖസൗകര്യങ്ങളൊക്കെ വേണമെന്നല്ലേ പറഞ്ഞത്, ഇതൊക്കെ വെച്ച് നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ്. ഈ ഗോഡൗണിൽ നിന്ന് നീ നേരെ പോകുന്നത് നുണ പരിശോധനയ്ക്കാണ്, അവിടെ നിന്ന് പോലീസ് സ്റ്റേഷനിലേക്ക്, പിന്നെ സബ് ജയിൽ, പിന്നെ സെൻട്രൽ ജയിൽ. അതിൻ്റെ ഒരു റൂട്ട് മാപ്പ് ഈ ശാലിനി തന്നെ തയ്യാറാക്കി കഴിഞ്ഞു. അപ്പോൾ നീ ഇവിടെ തന്നെ കിടക്ക്, ഈ കൂട്ടിന് ഈ ചേച്ചിമാരൊക്കെ നിനക്കുണ്ടാവും, മാറി മാറി ഇവർ ഓരോരുത്തരും നിനക്ക് കമ്പനി തരും. എനിക്ക് പോയിട്ട് കുറച്ച് ജോലിയുണ്ട്, അപ്പോൾ ഗുഡ് ബൈ, സുഖനിദ്ര, ശുഭരാത്രി എന്നൊക്കെ പറഞ്ഞ് സലാമൊക്കെ വെച്ച് കാണിച്ചിട്ട് ശാലിനി ഇങ്ങനെ തിരികുകയാണ്. അന്നേരം യു ചീറ്റ് എന്നിങ്ങനെ വീണ്ടും സുസ്മിത അലറി വിളിക്കുമ്പോൾ ശാലിനി ഇങ്ങനെ അവളുടെ കവിളിലേക്ക് ഇങ്ങനെ കുത്തിപ്പിടിക്കുകയാണ്. അപ്പോൾ താങ്ക് യു ലേഡി ഡെവിൾ എന്ന് പറയുകയാണ്. അന്നേരം സുസ്മിത ഇങ്ങനെ തുറിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും ശാലിനി ഒന്നുകൂടി കവിളൊക്കെ ഒന്ന് ചുറ്റി പിടിച്ചിട്ട് ഒന്നുകൂടി കസേര ഒന്നുകൂടെ പുറകോട്ടൊക്കെ നീക്കിയിട്ട് ശാലിനി അങ്ങ് പോകുന്നുണ്ട്. അന്നേരം വീണ്ടും സുസ്മിതയാണെങ്കിൽ ശാലിനി അങ്ങ് പോകുമ്പോൾ സുസ്മിത കസേരയോട് കൂടി എഴുന്നേക്കാൻ ശ്രമിക്കുകയാണ്. അന്നേരം അവർ ബലമായിട്ട് പിടിച്ചിരുത്തുന്നുണ്ട്. മര്യാദയ്ക്ക് ഇവിടെ ഇരുന്നില്ലെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഇനി വാങ്ങിക്കുമെന്നും പറഞ്ഞ് തലമുടിക്കും കവിളിനും ഒക്കെ ചുറ്റിപ്പിടിക്കുകയും കുത്തിപ്പിടിക്കുകയും ഒക്കെ അവർ ചെയ്യുകയാണ്. അവസാനം ഒരു നിവൃത്തിയില്ലാതെ സുസ്മിത അവിടെ ഇരിക്കുന്നുണ്ട്.
ഇതേസമയം സത്യഭാമയാണെങ്കിൽ പൊന്നിയുടെയും സുസ്മിതയുടെയും ഫോണിൽ മാറി മാറി വിളിച്ചിട്ട് കിട്ടുന്നില്ല. അന്നേരം രാഘവൻ നായർ എന്താ ഭാമയും ചോദിക്കുമ്പോൾ രണ്ടുപേരുടെയും ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല, റിങ് ചെയ്യുന്നുണ്ട്, റിങ് നിൽക്കുകയാണ്, 2 പെൺകുട്ടികളെയാണ് കാണാതായിരിക്കുന്നത്, അന്വേഷിക്കേണ്ടതെന്ന് ചോദിക്കുകയാണ്. അന്നേരം രാഘവൻ നായർ അങ്ങ് കുലുങ്ങിച്ചിരിക്കുകയാണ്. അന്നേരം എന്താ രാഘവേട്ടാൻ ചോദിക്കുമ്പോൾ നീ പൊന്നിയുടെ കാര്യം മാത്രം അന്വേഷിച്ചാൽ മതി, മറ്റവളെ പിന്നെ പെണ്ണുങ്ങളുടെ കൂട്ടത്തിലൊന്നും കൂട്ടണ്ട, അവൾ പോയത് പോലെ ഇനി തിരിച്ചു വന്നോളും, ഇനിയിപ്പോൾ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയതാണെങ്കിൽ അവർ നേരെ ഇങ്ങോട്ടാക്കും, എന്നിട്ട് ഇങ്ങനെയുള്ള അവളുമാരെയൊക്കെ പോറ്റുന്നതിനുള്ള പാരിതോഷികവും നിനക്ക് തന്നിട്ട് പോകും. ഇനി ചിലപ്പോൾ അവൾ ചിലപ്പോൾ മുങ്ങിയതാവാനാണ് സാധ്യത. ശനിയാഴ്ച നുണപരിശോധന എന്നല്ലേ പറഞ്ഞത്, വല്ല ഡാൻസ് ബാറിലോ DJ പാർട്ടിയിലോ ഒക്കെ കാണും, പോയി അന്വേഷിക്കും എന്ന് പറയുകയാണ്. അന്നേരം സത്യഭാമ പറയുന്നുണ്ട്, നുണപരിശോധനയ്ക്ക് സുസ്മിതയെ ഞാൻ ഹാജരാക്കുമെന്ന് ശ്രീരഞ്ജിനിക്ക് വാക്ക് കൊടുത്തത് ഞാനാണ്, അങ്ങനെ വല്ല കുരുത്തക്കേടും എല്ലാം കാണിച്ചാൽ അവളെ ഞാൻ ഇവിടെ നിന്ന് അടിച്ചു പുറത്താക്കും എന്നൊക്കെ ദേഷ്യപ്പെട്ട് ഭാമ പറയുന്നുണ്ട്. അന്നേരവും രാഘവൻ നായരങ്ങ് ചിരിക്കുകയാണ്, അല്ലെങ്കിൽ ചിരിക്കുന്നുണ്ട്. വീണ്ടും ഭാമ ഫോൺ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ കിട്ടുന്നില്ല. അന്നേരം രാഘവൻ നായർ പറയുന്നുണ്ട്, അവൾ ചെന്ന് കയറുന്നിടത്ത് മാത്രം അവിടെ എവിടെയാണോ ചെല്ലുന്നത് അവരങ്ങ് സൂക്ഷിച്ചാൽ മതി, അവൾക്കൊന്നും സംഭവിക്കില്ല, ചെന്ന് കയറുന്നിടം മുടിയും എന്നൊക്കെ പറയുമ്പോഴും ഭാമ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, വിളിച്ചിട്ട് കിട്ടാത്തതില്ല. ഇതേസമയം അടിവാരത്തുള്ള സെറ്റിൽമെന്റ് കോളനിയിൽ ബുള്ളറ്റ് വിജയൻ കുറേ പേരെയൊക്കെ രോഹിത്തിന്റെ ഫോട്ടോ കാണിച്ചിട്ട് അറിയുമോ, കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുകയാണ്. അതേസമയം രാച്ചിയമ്മ അതുവഴി വരുന്നുണ്ട്. തുടർന്ന് രാച്ചിയമ്മയോടും ആ ഫോട്ടോ കാണിച്ചിട്ട് രോഹിത്തിന്റെ ഫോട്ടോ കാണിച്ച് ഇവൻ എവിടെയെങ്ങാനും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് രോഹിത്തിന്റെ ഫോട്ടോ കണ്ട് രാച്ചിയമ്മ അന്തം വിട്ട് നിൽക്കുകയാണ്. തൻ്റെ വൈദ്യമുറിയിലുള്ളത് ആ ചെറുപ്പക്കാരനാണ് എന്നുള്ളത് രാച്ചിയമ്മയ്ക്ക് മനസ്സിലാകുന്നുണ്ട്. അന്നേരം എന്താ കാര്യം സാറേ എന്ന് രാച്ചിയമ്മ ചോദിക്കുമ്പോൾ അവിടെ ബുള്ളറ്റ് വിജയൻ ഒരു നുണക്കഥ അവിടെ രോഹിത്തിനെ കുറിച്ച് ഇല്ലാത്ത ഒരു കഥ അവിടെ പറയുകയാണ്. ഇവൻ പോലീസ് അന്വേഷിക്കുന്ന ഒരു നൊട്ടോറിയസ് ക്രിമിനലാണ്, കളിയിക്കാവിള സ്വദേശിയാണ്, 14 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളിലാണ് ഇവന് നോട്ടം, ഇവനൊരു ഞരമ്പ് രോഗിയാണ്, അങ്ങനെ ഒരുപാട് കുറ്റകൃത്യങ്ങൾ ഇവൻ ചെയ്തിട്ടുണ്ട്, പല കുട്ടികളുടെ അച്ഛനമ്മമാരും മാനക്കേട് ഭയന്ന് വെളിയിൽ പറഞ്ഞിട്ടില്ല. പിന്നെ ഇവൻ ഒരിക്കൽ പൊങ്ങിയത് കോതമംഗലം പെരുമ്പാവൂർ ആ പ്രദേശത്താണ്, അവിടെയാണല്ലോ അന്യസംസ്ഥാന തൊഴിലാളികൾ കൂട്ടമായിട്ട് താമസിക്കുന്നത്. പിന്നെ അവൻ്റെ മേച്ചിൽപ്പുറം അവിടെയായി, പിന്നെ അവരും പരാതി പറയാൻ പോലും ചെന്നില്ല, അവർ പ്രതിയായാലോ എന്ന് കരുതി. പിന്നീട് ഒരിക്കലും ആലുവ മണപ്പുറത്ത് കുറേ പെൺകുട്ടികളുടെ ശവം ഇങ്ങനെ പൊങ്ങിയപ്പോൾ പോലീസ് സ്വമേധയാ അവൻ്റെ പേരിൽ കേസെടുത്തു. അങ്ങനെ അവനെ കാണാതായതാണ്. പിന്നീട് ഇവൻ പഞ്ചകൈലാസത്തിൽ ഉണ്ടെന്നറിഞ്ഞ് അവിടേക്ക് വന്നപ്പോൾ ഇവൻ പോലീസിൽ നിന്നും ഭയന്ന് ചെകുത്താംപാറയിലെ സൂയിസൈഡ് പോയിന്റിലേക്ക് കയറിയതാണ്. അവിടെ നിന്ന് പോലീസിൽ നിന്നും രക്ഷപ്പെടുന്നതിനിടെ താഴേക്ക് വീണു. അപ്പോൾ ഇവൻ്റെ ബോഡി കിട്ടിയിട്ടില്ല. അപ്പോൾ ഇവൻ ജീവനോടെ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അടിവാരത്തുള്ള സെറ്റിൽമെന്റ് കോളനിയിൽ ഉണ്ടാവാനുള്ള സാധ്യത. രാജ്യമ്മ ഒന്നുകൂടി നോക്കിക്കേ, ഇവൻ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം രാജ്യമ്മ ഫോട്ടോയിൽ തന്നെ തറപ്പിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഇനി രാജ്യമ്മ അത് പറയുമോ ഇല്ലയോ എന്ന് അവിടെ കാണിക്കുന്നില്ല, അതത്രേ കാണിക്കുന്നുള്ളൂ. ഇതേസമയം രാജിയമ്മയുടെ വീട്ടിൽ ശാരദാമ്മയാണെങ്കിൽ ശ്യാമയെ വിളിക്കാൻ ഫോണിന് റേഞ്ച് കിട്ടാത്തതിനാൽ വീട്ടിൻ്റെ താഴത്ത് നിന്ന് മുകളിൽ നിന്ന് സ്റ്റെപ്പിലേക്ക് കയറി വന്ന റോഡിലേക്ക് നിന്ന് ഫോൺ ചെയ്യാൻ റേഞ്ച് നോക്കി ഫോൺ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതേസമയം പിന്നെ ശാരിക റൂമിൽ കിടക്കുന്നുണ്ട്, കണ്ണ് മൂടി വെച്ച് കിടക്കുകയാണ്. രോഹിത്ത് മറ്റേ മുറിയിലും കിടക്കുന്നുണ്ട്. പെട്ടെന്ന് രോഹിത്തിന് ഓർമ്മ വരികയാണ്, ആ പഞ്ചകൈലാസത്തിൽ നിന്നും സുസ്മിത തന്നെ താഴേക്ക് തള്ളിയിട്ട രംഗങ്ങളൊക്കെ രോഹിത്തിൻ്റെ മനസ്സിലൂടെ എങ്ങനെ കടന്നു പോയിട്ട് പെട്ടെന്ന് അമ്മയെന്ന് വിളിച്ച് ഞെട്ടിയങ്ങ് രോഹിത്ത് ഉണരുകയാണ്. രോഹിത്ത് ചുറ്റും നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല. അതൊന്ന് രോഹിത് നന്നായിട്ട് വിയർക്കുന്നുണ്ട്. തുടർന്ന് അവിടെ കിടന്നൊരു ടവലെടുത്ത് രോഹിത് നന്നായിട്ട് മുഖമൊക്കെ തുടക്കുകയാണ്. എന്നിട്ട് രോഹിത്തിനങ്ങ് തൊണ്ട നന്നായിട്ട് ഉണങ്ങുകയാണ്. അന്നേരം ദാഹിക്കുന്നില്ലോ എന്നും പറഞ്ഞ് ചുറ്റും നോക്കുമ്പോൾ അവിടെ അങ്ങ് ജനലിൻ്റെ സൈഡിൽ കുറച്ച് പാത്രം ഇരിക്കുന്ന കാണുകയാണ്. തുടർന്ന് രോഹിത് പതിയെ കട്ടിലിൽ നിന്നോ ഷീറ്റൊക്കെ മാറ്റിയിട്ട് എഴുന്നേൽക്കുകയാണ്. അന്നേരം ഒരു കാല്, വലത്തെ കാല് തറയിലേക്ക് കുത്താൻ ശ്രമിക്കുമ്പോൾ ഷോക്ക് അടിക്കുന്നത് പോലെ തോന്നുകയാണ്. കുത്താനേ സാധിക്കില്ല. ഒരു കൈയും അങ്ങനെ ഒടിഞ്ഞ പോലെ മടക്കി വെച്ചിരിക്കുകയാണ്. തുടർന്ന് നന്നായിട്ട് അങ്ങ് തൊണ്ട വരളുന്ന രോഹിത്ത് ചുറ്റും നോക്കുമ്പോൾ അവിടെ ചുവരിലൊരു കമ്പ് ചാരി വെച്ചിരിക്കുന്ന കാണുകയാണ്. തുടർന്ന് ഒറ്റ കാലിലങ്ങ് കൊന്തി കൊന്തി എഴുന്നേൽക്കുന്ന രോഹിത്ത് ആ കമ്പ് എടുക്കുന്നുണ്ട് ആദ്യം. എന്നിട്ട് ആ കമ്പ് ഊന്നി ആ ജനലിൻ്റെ അടുത്തേക്ക് ചെന്ന് ആ ആദ്യം പാത്രത്തിൽ നോക്കുമ്പോൾ വെള്ളം കാണുന്നില്ല. പിന്നെ വേറൊരു കൂജയിൽ നിന്നും വെള്ളം കിട്ടുന്നുണ്ട്. അതിങ്ങനെ എടുത്ത് കുടിക്കുകയാണ്. ആദ്യം കുടിക്കുന്നുണ്ട്, പിന്നെ അങ്ങ് മണ്ടേ കയറുകയാണ്. വെള്ളം മണ്ടേ കയറുമ്പോൾ രോഹിത്ത് അങ്ങ് വെള്ളം അങ്ങ് തുപ്പുകയും ചുമക്കുകയും നന്നായിട്ട് ചുമക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്.
അന്നേരം ഈ ശബ്ദം കേട്ടുകൊണ്ട് അപ്പുറത്തെ റൂമിൽ കിടക്കുന്ന ശാരിക ഉണരുകയാണ്. എന്താ ശബ്ദമെന്നും പറഞ്ഞ് ശാരിക ഇങ്ങനെ എഴുന്നേറ്റിരിക്കുകയാണ്. എന്നിട്ട് അമ്മയെന്നൊക്കെ വിളിക്കുന്നുണ്ട്. പക്ഷെ അങ്ങ് മുകളിൽ നിന്ന് ഫോൺ ചെയ്യുന്ന ശാരദാമ്മ കേൾക്കുന്നില്ല. ശാരദാമ്മ ശ്യാമയോട് സംസാരിക്കുകയാണ്. ഇവിടെ കുഴപ്പമൊന്നുമില്ല, ഫോണിന് റേഞ്ച് കിട്ടാത്തതുകൊണ്ട് ഞാൻ റോഡിൽ നിന്നാണ് സംസാരിക്കുന്നത് എന്നൊക്കെ ശ്യാമയോട് പറയുന്നുണ്ട്. തുടർന്ന് രോഹിത് ആണെങ്കിൽ വീണ്ടും കട്ടിലേക്ക് വന്നിരിക്കുകയാണ്. വടിയും കുത്തിപ്പിടിച്ച് വന്ന് കട്ടിലേക്ക് വന്നിരുന്ന ശേഷം ഇവിടെ ആരും ഇല്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ശാരിക എണീച്ചിരുന്നിട്ട് എന്താ അത്, ശാരിക ആകെ പേടിക്കുന്നുണ്ട് ഒരാളുടെ ശബ്ദം കേട്ടിട്ട്. അമ്മ എവിടെ, അമ്മയെന്ന് ശാരിക വിളിക്കുമ്പോൾ ആ ശബ്ദം രോഹിതും കേൾക്കുകയാണ്. തുടർന്ന് അമ്മ എവിടെയാണെന്നും പറഞ്ഞ് ഷീറ്റ് മാറ്റിയിട്ട് ശാരിക എഴുന്നേൽക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അന്നേരം ശാരികയുടെ ശബ്ദം കേട്ടിട്ട് രോഹിതും ആ വടി കുത്തിപ്പിടിച്ച് ആ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് പോകാൻ ശ്രമിക്കുകയാണ്. തുടർന്ന് രോഹിത് പതിയെ ശാരിക അമ്മയെന്ന് വിളിക്കുന്ന ശബ്ദം കേട്ടുകൊണ്ട് ശാരികയുടെ മുറിയിലേക്ക് വരികയാണ്. പക്ഷേ ശാരിക ഇങ്ങനെ കട്ടിലിൽ എഴുന്നേറ്റിരുന്നിട്ട് ആ വടി ഇടിക്കുന്ന ശബ്ദം ശാരിക ശ്രദ്ധിക്കുകയാണ് ഇങ്ങനെ ചെവി കൊണ്ട്. അന്നേരം ആരാന്ന് ചോദിക്കുമ്പോൾ രോഹിത് മിണ്ടുന്നില്ല. പക്ഷെ രോഹിത്തിന് ശാരികയെ കണ്ടിട്ട് ആദ്യം മനസ്സിലാകുന്നില്ല. പക്ഷെ രോഹിത് ഇങ്ങനെ ചുറ്റും നോക്കുമ്പോൾ ആ കൂജയിൽ അവിടെ വെള്ളം ഇരിക്കുന്നതാണ് രോഹിത് ശ്രദ്ധിക്കുന്നത്. തുടർന്ന് ആ കട്ടിലിന് പുറകിലേക്ക് ഇങ്ങനെ വടി കുത്തിപ്പിടിച്ച് ചെന്ന് ആ ശബ്ദമൊക്കെ ശാരിക ഇങ്ങനെ ചെവി കൊണ്ട് ശ്രദ്ധിക്കുകയാണ്. അന്നേരം പേടിയോടുകൂടി ആരാ എന്ന് ശാരിക ചോദിക്കുന്നുണ്ട്. തുടർന്ന് രോഹിത് പതിയെ ചെന്ന് ആ കൂജ എടുത്തിട്ട് ആ വെള്ളം എടുത്ത് ഇങ്ങനെ കുടിക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ ആ ബാലൻസ് തെറ്റുകയാണ്. രോഹിത് ആ കൂജയും വെള്ളവും വടിയും എല്ലാം കൂടെ കൊണ്ടങ്ങ് താഴേക്ക് വീഴുന്ന രോഹിത് ആണെങ്കിൽ കൈയിടിച്ചാണ് വീഴുന്നത്. നന്നായിട്ട് രോഹിത്തിന് വേദനിക്കുന്നുണ്ട്. അന്നേരം കൂജയൊക്കെ ഉടയുന്നുണ്ട്. ആ ശബ്ദം കേട്ട് ശാരിക ആണെങ്കിൽ വല്ലാതെ പേടിക്കുകയാണ്. തുടർന്ന് ശാരിക പെട്ടെന്ന് കണ്ണിലെ കെട്ടങ്ങ് അഴിക്കുമ്പോൾ പച്ചില മരുന്നൊക്കെ അങ്ങ് തൂത്ത് കളഞ്ഞിട്ട് ശാരിക ഇങ്ങനെ കണ്ണ് പതിയെ തുറന്ന് നോക്കുകയാണ്. അന്നേരം രോഹിത്തിനെ ശാരിക കാണുകയാണ്. തറയിൽ വീണങ്ങ് വേദന കൊണ്ട് പിളയുന്ന രോഹിത്തിനെ ശാരിക കാണുന്നു. അന്നേരം ശാരികയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. ഇത്രയും ആകുമ്പോൾ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇനിയിപ്പോൾ വൈകാതെ അകത്തേക്ക് വരുന്ന ശാരദാമ്മയും രോഹിത്തിനെ കാണും. പക്ഷേ ബുള്ളറ്റ് വിജയൻ്റെ കൂടെ ഇനി രാച്ചിയമ്മ വരികയാണെങ്കിൽ, ബുള്ളറ്റ് വിജയൻ പറഞ്ഞതൊക്കെ വിശ്വസിച്ച് രാച്ചിയമ്മ ബുള്ളറ്റ് വിജയനെ കൂട്ടിക്കൊണ്ട് വരികയാണെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് കാണേണ്ടത്. പക്ഷെ അതിനു മുമ്പ് ശാരദാമ്മ ചിലപ്പോൾ രോഹിത്തിനെ മാറ്റിയേക്കാം അവിടെ നിന്ന്. ഇനി എന്തായാലും നുണ പരിശോധനയാണ്. അവിടെ സരോജത്തിൻ്റെ അടുത്ത് നിന്നും ശാലിനി നേരെ നുണ പരിശോധനയ്ക്കാണ് അവിടെ കൊണ്ടുവരുന്നത് സുസ്മിതയെ. എല്ലാം കൂടി ഇനി വേഗത്തിലാണ് നടക്കാൻ പോകുന്നത്. ഓക്കെ, താങ്ക് യു.